ഇവിടെ പ്രതീക്ഷകൾ കൈവിടാൻ പോകുന്നത് കോൺഗ്രസിന്റെയും CPM-ന്റെതുമാണ്. ഭാരതീയ ജനതാ പാർട്ടി NDA മുന്നണി കൃഷ്ണകുമാർ 10,000-ത്തിലധികം വോട്ടുകൾക്ക് ഈ പാലക്കാട് നിന്ന് ജയിച്ചു വരും. ഉറപ്പ്. ഈ വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ ഈ വിഷയങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുന്നതോടൊപ്പം തന്നെ ഹൈന്ദവ സമൂഹത്തെയും അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ BJPക്ക് സാധിച്ചു. നോക്കൂ, പാലക്കാട് ജില്ലയിലെ നൂറണി, അതുപോലെ തന്നെ കൽപ്പാത്തി, ധോണി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വഖഫ് ബോർഡിന്റെ അവകാശവാദത്തിന്റെ പരിധിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന സർക്കാരിനോട് അതിന്റെ കൃത്യമായ രേഖകൾ പുറത്തുവിടാൻ പറഞ്ഞിട്ടും ഇതുവരെയും ഒളിച്ചു കളിക്കുന്ന എന്തിനാണ്? അപ്പോ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ പരിധിയിലുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇവിടെ കൽപ്പാത്തിയിലെയും നൂറണിയിലെയും ഒക്കെ അഗ്രഹാരങ്ങൾ ജീവിക്കുന്നവർ വലിയ ആശങ്കയിലാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. നിയമസഭയ്ക്കകത്ത് വഖഫ് ബോർഡ് നിയമ ഭേദഗതിക്കെതിരായി ഐകകണ്ഠമായിട്ട് പ്രമേയം പാസാക്കിയവരാണ് CPM-കാരും കോൺഗ്രസുകാരും.